ഏവർക്കും സ്നേഹവന്ദനം. എൻ്റെ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടതിൽ സന്തോഷമുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മതപരിവർത്തനം എന്നാൽ എന്ത്? മതം എന്ന വാക്ക് പലപ്പോഴും ആളുകൾ തെറ്റായിട്ട് ധരിച്ചിരിക്കുകയാണ്. മതം എന്നുള്ളത് എന്തോ ഒരു പ്രത്യേക അഭിപ്രായമായിട്ടാണ് പലരും പറയാറുള്ളത്. എന്നാൽ മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായമല്ല, അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വാക്കാണ് ആ അഭിപ്രായം എന്നുള്ള അർത്ഥം വരുന്നത്. എന്നാൽ മതം എന്നുള്ളതിനൊരു മതാത്മകമായ അർത്ഥമുണ്ട്, റിലീജിയോസിറ്റിക്കലായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നൊക്കെയാണ്. അപ്പോൾ ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു മതമല്ല, മറിച്ച് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുന്നതല്ല, ദൈവം മനുഷ്യനെ അന്വേഷിച്ച് വന്ന വാർത്തയാണ്. അപ്പോൾ ആ സദ്വർത്തമാനം അല്ലെങ്കിൽ ആ സുവിശേഷം അറിയിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ വരുത്തുന്ന പരിവർത്തനങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത്. ഇവിടെ ക്രൈസ്തവ ഉത്ഭവം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഉത്ഭവിച്ച് തന്നെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാകുന്നുവെന്ന് ബഹുമാനപ്പെട്ട RB ബാബു സാറ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കുന്ന ആളെ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അറിവുകേട് ഒന്ന് പറയട്ടെ. സുവിശേഷീകരണം എന്നുള്ളത് ക്രിസ്തീയ സഭയുടെ ദൗത്യമാണ്. ഏതൊരു ക്രിസ്തീയ വിശ്വാസി ഒരാൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയാണെങ്കിൽ അയാൾ ക്രിസ്ത്യാനിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ക്രിസ്തു പഠിപ്പിച്ചാലുള്ള പ്രമാണങ്ങൾ പാലിക്കുന്നുണ്ടോ. നമുക്കറിയാം ചില ആളുകൾ ഒന്നാം പ്രമാണം തന്നെ ലംഘിച്ച ആളുകളുണ്ട്. ഒന്നാം പ്രമാണം എന്താണ്? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, മീതെ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് വളരെ കൃത്യമായിട്ട് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ ഇതേ കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് 1-ാം പ്രമാണം ലംഘിച്ചിട്ട് മറ്റു പലതിൻ്റെയും മുമ്പാകെ പോയി നിന്ന് തൊഴുതിട്ട് വന്നിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ ചില ചായന്മാരൊക്കെ പറഞ്ഞാൽ അവരൊന്നും തന്നെ ആ വിധത്തിലല്ല, ക്രിസ്ത്യാനികളല്ല എന്നുള്ളത് തറപ്പിച്ച് പറയാൻ കഴിയും. രണ്ട്, ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ ഒരു യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി, അതാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുക. അതിന് മതമൊന്നും മാറണ്ട, ജാതി മാറണ്ട, പേര് മാറണ്ട. ഒരു കാര്യം കൂടെ പറയട്ടെ, ക്രിസ്തീയ പേരെന്ന് പറഞ്ഞ ഒരു പേരേ ഇല്ല. ഛത്തീസ്ഗഡിൽ കർത്താവിൻ്റെ കൃപയാൽ വിശ്വസിച്ച് രക്ഷാനുഭവത്തിലേക്ക് വന്ന 3 പെൺകുഞ്ഞുങ്ങളെയും അവരുടെ സഹോദരനെയും കൂടിയാണല്ലോ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയും കൂടെ ഉണ്ടായിരുന്ന ബജരംഗദൾ പ്രവർത്തകരെല്ലാം കൂടെ മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ 2 സിസ്റ്റേഴ്സിനോടൊപ്പം ആ പെൺകുട്ടികൾ കർത്താവിനെ അറിഞ്ഞ് അവർ വിശ്വസിച്ചു. അവരുടെ പേര് ക്രിസ്തീയ പേരല്ല എന്നാണ് ഇവിടുത്തെ സംഘപരിവാറിലെ ചില ആളുകളുടെ ആക്ഷേപം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഏതാണ് ക്രിസ്തീയ പേര്? സ്റ്റീഫൻ എന്ന് പറയുന്നത് ക്രിസ്തീയ പേരാണോ? അല്ല, അത് യഹൂദ പേരാണ്. പോൾ എന്ന് പറയുന്നതോ? പോൾ എന്ന് പറയുന്നത് ക്രിസ്തീയ പേരല്ല, അത് റോമൻ നെയിമാണ്. ശമൂവേൽ എന്ന് പറയുന്നത്, മാത്യു എന്ന് പറയുന്നത്, ജേക്കബ് എന്ന് പറയുന്നത്, ഇതെല്ലാം യഹൂദ പേരുകളാണ്. ബിബ്ലിക്കൽ നെയിംസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ ക്രിസ്തീയ പേരെന്ന് പറഞ്ഞൊരു പേരില്ല. എൻ്റെ ബിഷപ്പ് എസ്രാ സർഗുണം, അതോടൊപ്പം തന്നെ എൻ്റെ ഇപ്പോഴത്തെ ബിഷപ്പ് ഡോക്ടർ സുന്ദർ സിംഗ്, അവരൊക്കെ ഇന്ത്യൻ നെയിംസ് തന്നെയാണ് അവരുടെയൊക്കെ. പേര് കൊണ്ട് ആരും ക്രിസ്ത്യാനി ആകുന്നില്ല. മതം ക്രിസ്ത്യാനിറ്റിക്ക് അനിവാര്യതയില്ല. കാരണം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതചിന്തകളിൽ ഊന്നുകിടക്കുന്ന ഒന്നല്ല, മറിച്ച് സത്യദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരത്താൽ സത്യദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അനുഭവത്തിനാണ് ക്രിസ്ത്യാനി എന്നുള്ള പേരിൻ്റെ ആ പൂർണ്ണ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്രിസ്തീയ പ്രവർത്തകർ, മിഷണറിമാർ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രിയപ്പെട്ടവർ ചെയ്യുന്ന പ്രവൃത്തികൾ? സുവിശേഷം എന്താണ്? സുവിശേഷം അതുകൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹിതർക്ക് എല്ലാവർക്കും ഇത് പങ്കുവെച്ച് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പോസിറ്റീവ് കമൻറ്റുകളൊക്കെ ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും. എന്താണ് വാസ്തവത്തിൽ സുവിശേഷം? സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ നല്ല വാർത്ത എന്നാണ്. ഏവൻഗേലിയോൻ എന്ന് നമ്മൾ പറയും, നല്ല വാർത്ത. എന്താണ് ഈ നല്ല വാർത്ത? ഇത്രയേ ഉള്ളൂ. അത് ദൈവമായ കർത്താവ് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്ന 3 കാര്യമാണ്. 1 ചിന്തയിലെ ജ്ഞാനം, 2 ഹൃദയത്തിലെ വിശുദ്ധി, 3 പ്രവൃത്തിയിലെ നീതി. ഇത് 3ഉം മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ, ഏദൻ തോട്ടത്തിൽ വെച്ച് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ അന്യമായി. അവൻ അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നീ ആ തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കും. മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ, വേർപാട് എന്നാണ് അർത്ഥം. അങ്ങനെ വേർപെട്ടു പോകും, നിനക്ക് ജീവൻ വേർപെട്ടു പോകും, ദൈവസ്വരൂപവും സാദൃശ്യവും നഷ്ടമായി പോകും എന്നാണ് കർത്താവ് പറഞ്ഞത്. അതായത് നിന്റെ ചിന്തയിലെ ജ്ഞാനം, നിന്റെ ഹൃദയത്തിലെ വിശുദ്ധി, നിന്റെ പ്രവൃത്തിയിലെ നീതി അത് നിനക്ക് അന്യമായി പോകുമെന്ന് പറഞ്ഞു. മനുഷ്യൻ അത് കഴിച്ചപ്പോൾ അവനത് നഷ്ടമായി. ദൈവിക നീതി അവനിൽ നിന്ന് പോയി, ദൈവിക വിശുദ്ധി അവനിൽ നിന്ന് അന്യമായി.
കാര്യമായി അവനിൽ നിന്ന് ദൈവിക ജ്ഞാനം നഷ്ടമായി. അവൻ അജ്ഞതയിലേക്ക് എത്തി. അവൻ അശുദ്ധിയുടെ ജീവിതം നയിക്കാൻ തുടങ്ങി. അവൻ അനീതി പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ശരിയായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നമ്മുടെ സിസ്റ്റേഴ്സിനെതിരെ അവിടുത്തെ സർക്കാർ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അനീതി, കൃത്യമായിട്ടുള്ള അശുദ്ധി, കൃത്യമായിട്ടുള്ള അജ്ഞത, ഇതൊക്കെയാണ് അവിടെ വെളിപ്പെട്ടത്. ഇതെല്ലാ മനുഷ്യരിലും സംഭവിച്ചു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാട് എന്നാണ്. ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയി. അപ്പോൾ ആ വേർപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിത്യമായിട്ടുള്ള വേർപാടായിരിക്കുന്ന മരണം, നിത്യമരണം എന്നൊക്കെ നമ്മൾ പറയുന്നത് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന്. കാരണം ദൈവം സ്നേഹം തന്നെ എന്ന് പഠിപ്പിക്കുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ദൈവം സ്നേഹം തന്നെ. അപ്പോൾ സ്നേഹവാനായ ദൈവം എങ്ങനെയാണ് അവൻ സ്നേഹവാനായിരിക്കുന്നത്? ആ ഏക ദൈവത്തിൽ മൂന്നാളത്വങ്ങളുള്ളത് കൊണ്ടാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക സത്യ നിത്യ ദൈവം പിതാവിനെ പുത്രനും പരിശുദ്ധാത്മാവും, പുത്രനെ പിതാവും പരിശുദ്ധാത്മാവും, പരിശുദ്ധാത്മാവിനെ പിതാവും പുത്രനും സ്നേഹിക്കുകയും ആ സ്നേഹത്തിൻ്റെ ഔട്ട്കമായിട്ടാണ് സൃഷ്ടികർമ്മങ്ങളൊക്കെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹസ്വരൂപനായ കർത്താവ് ദൈവം തന്നിൽ തന്നെ എടുത്ത തീരുമാനമാണ് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്നിട്ട് മനുഷ്യനെ നഷ്ടമായി പോയിട്ടുള്ള ദൈവസ്വരൂപവും സാദൃശ്യവും അവന് തിരികെ കൊടുക്കുക. മനുഷ്യനെ കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്ര അന്വേഷിച്ചാലും എത്ര ആചാരകർമ്മങ്ങൾ ചെയ്താലും എത്താൻ കഴിയാത്തതുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യനെ അന്വേഷിച്ചു വന്നു. ആ അന്വേഷിച്ചു വന്നാണ് യേശു ക്രിസ്തുവിൽ കൂടെ നമ്മളെ ഓരോരുത്തരെയും അന്വേഷിച്ചു വന്നത്. അങ്ങനെ വന്നവനായ ആ പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, ആ പുത്രൻ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം കല്യാണം കഴിച്ചിട്ടുണ്ടായതല്ല യേശു ക്രിസ്തു, മറിച്ച് ഏക ദൈവത്തിൽ തന്നെ ഉണ്ടായിരുന്നതായ രണ്ടാമത്തെ വ്യക്തിത്വമായിരുന്ന പുത്രൻ തമ്പുരാൻ ജഡാവതാരം എടുത്ത് മനുഷ്യനായി വന്നു. അതുകൊണ്ടാണ് പുത്രൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ തിയോട്ടോക്കസ്, ദൈവത്തിൻ്റെ പുത്രൻ, അവൻ നമ്മളെ തേടി വന്നു. ആ വന്നവനായ യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും ദൈവിക സ്വരൂപവും സാദൃശ്യവും അന്യമായി പോയപ്പോൾ ഉണ്ടായ അകൽച്ചയുണ്ടല്ലോ, ആ അകൽച്ചയ്ക്കാണ് പാപം എന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്നത് കള്ളു കുടിക്കുന്നതോ ചീട്ട് കളിക്കുന്നതോ തെറി പറയുന്നതോ. പാലക്കാരനൊരു സന്തോഷ് പ്രൊഫസർ എന്ന് പറഞ്ഞ ഒരാളിനെ കയറി ഒരുപാട് തെറി വിളിച്ച്, ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു സംഘപരിവാർ അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിന് തെറിയല്ലാതെ അദ്ദേഹത്തിൻ്റെ വായിൽ മറ്റൊന്നും വരികയില്ല. അദ്ദേഹം വിളിച്ചു, ഞാനെല്ലാം കേട്ട് ചിരിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിചാരം ഇതാണ് പാപം. അതൊക്കെ പാപത്തിൻ്റെ പ്രവൃത്തികളാണ്. ഔട്ട്കം ഓഫ് സിൻ, പാപത്തിൻ്റെ ബാഹ്യമായ പ്രവൃത്തികളാണ്. പാപം എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച. ആ അകൽച്ച പരിഹരിക്കപ്പെടാതെ ദൈവവുമായിട്ടുള്ള സഖിത്വം നമുക്ക് മടക്കി കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം തന്നെ മുൻകൈ എടുത്ത് നമ്മുടെ അകൽച്ച പരിഹരിക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് പകരക്കാരനായി നമ്മുടെ ഓരോരുത്തരുടെയും, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും, അതിനകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒരു വ്യത്യാസമില്ല. ഈ ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ വന്നത് പാപത്തിൻ്റെ ഔട്ട്കമായിട്ടാണ്. പാപത്തിൻ്റെ പരിണതഫലമാണ് ഈ മതങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ദൈവത്തിന് മതമില്ല കേട്ടോ, അതാദ്യമേ മനസ്സിലാക്കണം. ദൈവത്തിന് മതമില്ല. ടി.ജി. മോഹൻദാസ് സാറേ, വടയാർ സുനിലെ, ദൈവത്തിന് മതമില്ല കേട്ടോ. ദൈവത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ. വടയാർ സുനിലിനെയും ടി.ജി. മോഹൻദാസ് സാറിനെയും ആർ.ബി. ബാബു സാറിനെയും ശശികല ടീച്ചറെയും അതുപോലെ മിഷാജിയെയും പ്രധാനമന്ത്രിജിയും ഒക്കെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവമാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഏക സൃഷ്ടികർത്താവായ ദൈവം. ആ ദൈവം നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അതിന് പകരം നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ആ യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട് ക്രൂശിൽ ബലിയായി തീർന്നു. നമ്മൾ ആ ബലിയിൽ എപ്പോൾ വിശ്വസിക്കുമോ അപ്പോൾ ഞാൻ ആരായിത്തീരുമെന്നറിയാമോ? ദൈവസ്വരൂപവും സാദൃശ്യവും മടക്കി കിട്ടിയ വ്യക്തിയായിട്ട് മാറും. ആ അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങി വരുന്നതിനെയാണ് ദൈവ മക്കളാകുക എന്ന് പറയുന്നത്. അത് നമ്മൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കേട്ടോ, എവിടെ പോകണ്ട, അതിനുവേണ്ടി ഒരു കാണിക്കയും കൊടുക്കണ്ട, അതിനുവേണ്ടി ഒരു കാര്യവും ചെയ്യേണ്ട, ഒരാചാര കർമ്മങ്ങളും വേണ്ട. കാരണം ദൈവത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് നാം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നതല്ല, ദൈവം നമ്മളെ അന്വേഷിച്ച് വന്ന ആ സത്യത്തെ അംഗീകരിക്കുന്നതാണ്. ആ സത്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് രക്ഷകനായിട്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായിട്ടുള്ള നിത്യമരണം, അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയോടുകൂടെ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായിത്തീരും. ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലേക്കും നമ്മൾ മടങ്ങി വരും. അങ്ങനെ വരുന്ന നമുക്ക്
ദൈവം വെച്ചിരിക്കുന്ന ഒരു നിത്യജീവനുണ്ട്. ദൈവത്തോടുകൂടെ സ്വർഗീയ വാസം. അവിടെ കഷ്ടതയില്ല, പട്ടിണിയില്ല, നഗ്നതയില്ലെന്ന് മാത്രമല്ല, അവിടെ നമുക്ക് സൂര്യനും ചന്ദ്രനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദിനരാത്രങ്ങളും ഇല്ലെന്നേ. അവിടെ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ ആ മഹത്വം കണ്ട് രാപ്പകൽ എന്നൊക്കെ നമ്മൾ ഇവിടെ പറയും. പക്ഷെ അവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ദൈവത്തോടു കൂടി ആയിരിക്കും. ഒരിക്കലും അവസാനിക്കാത്ത ആ യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിനായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. ഇതാണ് സദ്വർത്തമാനം, ഇതാണ് സുവാർത്ത, ഇതാണ് ഗുഡ് ന്യൂസ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളൊന്നും ചെലവഴിക്കാതെ നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നവനായ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് പിതാവായ ദൈവത്തോട് അനുരഞ്ജനമുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരാൻ കഴിയും. ദൈവമക്കളായി തീരുമ്പോൾ ദൈവകുടുംബത്തിൻ്റെ അംഗങ്ങളാകും. ദൈവകുടുംബത്തിൻ്റെ അംഗങ്ങളായി തീർന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളായി നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാൻ സാധിക്കും. ഈ സദ്വർത്തമാനം ആ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വന്നിരിക്കുന്നവരാണ് ക്രിസ്ത്യൻ മിഷണറിമാരെന്ന് വിളിക്കപ്പെടുന്നവർ. അവർ ചെയ്യുന്ന ശുശ്രൂഷ വീണ് കിടക്കുന്നവരെ, തളർന്നു കിടക്കുന്നവരെ, അകലം വെച്ച് കിടക്കുന്നവരെ അവരെല്ലാം അടുപ്പിക്കുക, അരികിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പോയി ചേർത്ത് പിടിക്കുക, അവർക്ക് ജീവൻ കൊടുക്കുക. കർത്താവ് നൽകിയിട്ടുള്ള ഈ ജീവനെ അവർക്ക് പകർന്നു കൊടുക്കുന്നതാണ്. ഇതിനകത്ത് എവിടെയാണ് മതപരിവർത്തനം? ഇതിനകത്ത് എവിടെയാണ് പേരുമാറ്റം ആവശ്യം? ഇതിനകത്ത് എവിടെയാണ് നമുക്ക് ജാതി മാറേണ്ട ആവശ്യം? ഇതിനകത്ത് വിശ്വാസത്തെ ശരിയായ വിധത്തിൽ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാതെയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെല്ലാം മതപരിവർത്താക്കളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മുടെ സംഘ സഹോദരങ്ങൾ വളരെ മോശമായിട്ട് ഇതിനെയൊക്കെ ചിത്രീകരിക്കുന്നത്. നിങ്ങളുടെ അറിവില്ലായ്മ ഓർത്ത് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ദൈവിക ജ്ഞാനം വന്നു കഴിയുമ്പോൾ ഈ സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ സത്യത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ വെളിച്ചമുള്ളതായി തീരും. ഇരുട്ടിൽ കഴിയുന്ന, അശുദ്ധിയിൽ കഴിയുന്ന നിങ്ങൾക്ക് വിശുദ്ധിയുടെ അനുഭവം ഉണ്ടാകും. അനീതി ചെയ്യുന്ന നിങ്ങൾ നീതി ചെയ്യുവാനായിട്ട് തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സിനെ പോലെയുള്ള അനേകര് കർത്താവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുവാനായിട്ട് മുന്നോട്ട് വരികയും അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് മുന്നോട്ട് വരികയും ചെയ്യും. അതിന് സാധിക്കട്ടെ. നമ്മുടെ രാജ്യം ഏറ്റവും ശ്രേഷ്ഠമായൊരു ഭാരതമായി തീരാൻ നമുക്ക് ഒരുമിച്ച് ഈ വിധത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കലൂടെ നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജോൺസൺ തേക്കടിലച്ചൻ.